ശ്രീ SJR കുമാർ, ശ്രീ തില്ലങ്കേരി പറഞ്ഞതിൽ നിന്ന് ഒരു ചോദ്യം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതാത് സമയത്ത് അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ കക്ഷി മുന്നണി അതിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ടെത്തുന്ന ഒരു ഇടം, അല്ലെങ്കിൽ കൂറുമാറി എത്തുന്നവർക്കൊരു കസേര, അതുമല്ലെങ്കിൽ ആശ്രിതർക്ക് ഒരു സൗകര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും ഗുരുവായൂരായാലും മലബാറിലായാലും കാണുന്ന കാഴ്ച ഇതാണ്. അതിൽ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, അതുതന്നെയാണ് നടക്കുന്നത്. അവിടെ ഉയരുന്ന ചോദ്യം, ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ആര്? ക്ഷേത്രഭരണം ആരുടെ അവകാശം? തീർച്ചയായിട്ടും ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ദേവസ്വം ബോർഡിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുക. അതായത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, 1811 മൺറോയുടെ ഉത്തരവും പിന്നീട് ക്ഷേത്രങ്ങളുടെയൊക്കെ സ്വത്ത് ഉൾപ്പെടെ ഏറ്റെടുക്കുകയും പിന്നീട് നേരിട്ട് തന്നെ തിരുവിതാംകൂർ രാജാവും അതുപോലെ തന്നെ കൊച്ചി രാജാവും ക്ഷേത്ര ഭരണത്തിൽ താല്പര്യമെടുക്കുകയും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ള ആനുവിറ്റി വർഷാസനം തുടങ്ങിയവ നൽകുകയും മറ്റ് പല കാര്യങ്ങളും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം 1947 സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങൾ 528 ചെറു രാജ്യങ്ങൾ ഒത്തുതീർക്കുന്ന ഒരു നടപടി ഉണ്ടായതും അതിന് ചർച്ച ചെയ്യാനായിട്ട് ഈ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് അന്ന് VP മേനോൻ എന്നുള്ള അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എത്തുകയും അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തൊക്കെ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ മഹാരാജാക്കന്മാരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ മഹാരാജ, കാരണം തിരുവിതാംകൂർ ഭാഗത്തായിരുന്നു ഇത്രയധികം ക്ഷേത്രങ്ങളുണ്ടായിരുന്നത്, കൊച്ചി ചെറിയ രാജ്യമായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ രാജാവ്, അന്നത്തെ ചിത്രനാഥ മഹാരാജാവിൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് ലയിക്കപ്പെടുന്ന നമ്മുടെ ഈ അന്നത്തെ സ്റ്റേറ്റ്, അതായത് തിരുവിതാംകൂർ അല്ലെങ്കിൽ കൊച്ചി, അവിടെ ഈ ക്ഷേത്രാചാരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്രയും നാൾ പരിരക്ഷിച്ചു പോകുന്ന ഈ ക്ഷേത്രങ്ങളെ ആരിനി സംരക്ഷിക്കും? അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഈ ആനുവിറ്റി വർഷാസനം വീണ്ടും നടക്കുമോ എന്നുള്ളത് വളരെ കൃത്യമായ ചർച്ചയായിരുന്നു. പല പ്രാവശ്യം ഈ ചർച്ച വരികയും അങ്ങനെ ആത്യന്തികമായിട്ട് അതിനെ സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മൾ അറിയേണ്ടത് ഈ 528 ഇത്തരം കവനൻറ്റുകളാണ് ചെറു രാജ്യങ്ങളെ ഭാരതത്തിലേക്ക് ലയിപ്പിച്ചെങ്കിൽ അതിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ തിരുക്കൊച്ചിയുടെ കാര്യത്തിൽ. അത് ഭരണഘടനയിൽ എഴുതപ്പെട്ടതാണ്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിധിയിലുള്ളിൽ നമുക്കത് വായിക്കാൻ കിട്ടും. അവിടെ നമ്മൾ കാണേണ്ടത് ഈ ക്ഷേത്രങ്ങൾ വീണ്ടും അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ളതിന് പ്രത്യേകമായിട്ടൊരു സംവിധാനമാണ്. അങ്ങനെയാണ് 1949 മെയ് മാസം 28 തിരുവിതാംകൂറിലെ രാജാവും 29 കൊച്ചി മഹാരാജയോട്ട് ഒപ്പിട്ട കവനൻ്റെ ഭാഗമായിട്ട് ഈ വിഷയം വരികയും ഇതിനെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡ് എന്നുള്ളൊരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തത്. തുടക്കത്തിൽ നമുക്കറിയാം 1950 ഭരണഘടന വരും, പിന്നീട് കേരളം കൊണ്ടുവന്ന HRC ആക്റ്റും ഒക്കെ വന്നതിന് മുമ്പ് ഇത് കൃത്യമായ രീതിയിലായിരുന്നു നടന്നിരുന്നത്. ശ്രീ R ശങ്കറും മന്നത്ത് പത്മനാഭനെ പോലുള്ളവരായിരുന്നു അതിൻ്റെ നേതൃനിരയിൽ, വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നടന്ന ഈ ഡെമോക്രാറ്റിക് റൂളിൻ്റെ ഭാഗമായിട്ട് നിയമം മാറുകയും അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് ഈ ദേവസ്വം ബോർഡ് മാറുകയും ചെയ്തത്. ഇവിടെയാണ് അതിൻ്റെ അപകടം. അവിടെ കൃത്യമായിട്ടും ഈ ഹിന്ദുക്കളായിട്ടുള്ള MLA മാർ അല്ലെ ഹിന്ദുക്കളായിട്ടുള്ള മന്ത്രിമാർ നിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അല്ല വിഷയം. ഈ ഹിന്ദു നാമധാരി ആയതുകൊണ്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നേടിയെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കാൻ സാധ്യതയില്ല. അതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഭക്തരായിട്ടുള്ള മന്ത്രിമാരും MLA മാരും ആയിരിക്കണമായിരുന്നു അത് തിരഞ്ഞെടുക്കാനും അതുപോലെ ആ സ്ഥാനത്തേക്ക് വരാനുമെങ്കിൽ ഇന്ന് നമുക്കറിയാം അവിടെ കൊടുക്കുന്ന തീർത്ഥം കൈ കഴുകാൻ ഉപയോഗിക്കുന്ന തരത്തിൽ വരുന്ന തരമാണ് മന്ത്രിമാർ പലതും കാണുന്നത്. നമ്മളെല്ലാം ഇതിൽ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ നീചമായ രീതിയിലാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പെരുമാറിയും. ശ്രീ വത്സൻ തില്ലങ്കേരി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരുത്തരവാദമായ രീതിയിലാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. അതായത് അവിടെ നടന്നുകൊണ്ടിരുന്നൊരു വിഷയം വർഷങ്ങളായിട്ട് നടക്കുന്നു, അവർ പൈസ കൊടുക്കുന്നു, അതുകൊണ്ട് അത് ദേവസ്വം ബോർഡ് ആ പൈസ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എത്ര ഹീനമായൊരു പ്രവൃത്തിയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസം അവരുടെ ഡിക്ഷണറിയിൽ ഇല്ല, അങ്ങനൊരു പദം ഇല്ല. ഈ ഇടതുപക്ഷമായാലും ശരി, ഞാൻ UDF ആയാലും LDF ആയാലും മാറി ഭരിച്ചവരെല്ലാം അവിടെ നിയോഗിച്ച ഈ പ്രസിഡന്റുമാരായാലും ശരി, മെമ്പർമാരായാലും ശരി, അവർക്കൊരു കാരണവശാലും വിശ്വാസം അവിടെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവരുടെ പ്രശ്നം ആ കാണിക്ക വഞ്ചിയിലായിരുന്നു അവരുടെ നോട്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഹിന്ദു സമൂഹം ഏറ്റെടുക്കേണ്ട വിഷയമാണ്. ഞാനീ പറഞ്ഞ പോലെ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള ഈ ദേവസ്വം ബോർഡ് വിഷയത്തിലും പ്രത്യേകിച്ചും നമ്മൾ ഭരണഘടനാപരമായൊരു മാറ്റം തന്നെ വേണ്ടിവരും. അത് ആ വിഷയം നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നീക്കം നടത്തും. കൂടാതെ മറ്റു ക്ഷേത്രങ്ങളുടെ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ പെടാത്ത ക്ഷേത്രങ്ങളും പലപ്പോഴും ദേവസ്വം ബോർഡ് കൈയടക്കുന്നതായ ഒരു സംഭവമുണ്ട്.
ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഗുരുവായൂരിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ വിഷയം വളരെ ശക്തമായ രീതിയിൽ നമ്മൾ ഇടപെട്ട വിഷയങ്ങളാണ്. ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അട്ടപ്പാടിയിലെ ക്ഷേത്രമുണ്ട്. അതുപോലെ ധാരാളം ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും അത് ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ക്ഷേത്രം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മത്സ്യ ഹാർബറിലുള്ള കുഴിച്ചപ്പ കിട്ടിയ ക്ഷേത്രം എന്നുള്ള ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ഒന്ന് പോയി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവും. ആ ക്ഷേത്രം അന്യാധീനപ്പെട്ട് കിടക്കുന്നു. ചുറ്റുമതിലെല്ലാം ഭേദിച്ച് ചുറ്റുപാടുമുള്ള മത്സ്യക്കൊട്ടകളാൽ നിറഞ്ഞു കിടക്കുകയാണ് ആ ക്ഷേത്രം. അതിനെ ശ്രീകോവിൽ രണ്ടായിട്ട് പിളർന്ന് വൃക്ഷം വളർന്നു നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ പുറത്തെഴുതി വെച്ചിരിക്കുന്ന ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ്. നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ പറഞ്ഞ ഉത്തരം അവിടെ അവർ അന്വേഷിച്ചു. പക്ഷേ എഞ്ചിനീയർ റിപ്പോർട്ട് അവിടെ ഭക്തജനങ്ങളില്ല ആ പ്രദേശത്ത്. ഈ ക്ഷേത്രത്തിന് ഒരു പുനരുദ്ധാരണം നടത്തണമെങ്കിൽ ഒരു സമിതി അംഗങ്ങളാകാൻ പോലും ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഹിന്ദുക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ അന്യാധീനമാകാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് ധരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ, അതായത് ഒരു ദിവസം പോലും പൂജ മുടങ്ങാൻ ഇടവരരുത്. ഒരു ദിവസം പോലും ദേവസ്വം ബോർഡ് ക്ഷേത്രമായാലും അല്ലാത്ത ക്ഷേത്രമായാലും നിലനിർത്തേണ്ട ബാധ്യത ഭക്തജനങ്ങൾക്കാണ് എന്നുള്ള വികാരത്തോടും വിചാരത്തോടും കൂടി നമ്മൾ ക്ഷേത്രത്തെ സംരക്ഷിക്കണം. അതിനുവേണ്ടി നിയമ നടപടി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രക്ഷോഭമെങ്കിൽ പ്രക്ഷോഭം നടത്തി സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ അവർ അടിക്കടി എടുക്കുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള സാമ്പത്തിക സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2019 അവർ കംപ്ലീറ്റ് അവിടുത്തെ അന്നദാനം അവരെ ഏറ്റെടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരുടെ സത്യവാങ്മൂലം കൊടുത്തു. അതായത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അന്നദാനം നൽകാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു സംഘടനയ്ക്ക് അന്നദാനം നൽകേണ്ട ആവശ്യമില്ല. അവിടെ വരുന്ന ഭക്തന്മാർക്കെല്ലാം സൗജന്യമായി അന്നദാനം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ മറ്റുള്ള സംഘടനകളോട് നിന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോട്ടലുകൾ വളർന്നു. ഹോട്ടലുകൾക്ക് കൂടുതൽ തുകയ്ക്ക് അവർ കരാർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്ത സംഭവമാണ്. അതുകൊണ്ട് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് സന്നിധാനത്ത് ഒരു കാരണവശാലും കച്ചവടമാകരുത്, ഭക്ഷണം കച്ചവടമാകാൻ പാടില്ല. അയ്യപ്പൻ്റെ സന്നിധിയിൽ സൗജന്യ ഭക്ഷണം നൽകാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവിടുത്തെ ഹോട്ടലുകൾ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം. ഒരു കാരണവശാലും ഹോട്ടൽ കരാർ കൊടുക്കും. ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണ സാധനത്തിന് വരെ കരാർ കൊടുക്കാൻ സാധ്യമല്ല. കാരണം അത്ര വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നടക്കുന്നത്. അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് സൗജന്യ ഭക്ഷണം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഹൈന്ദവ സംഘടന അല്ലെങ്കിൽ തയ്യാറായിട്ടുള്ള ഭക്തജന സമൂഹത്തെ ഏൽപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ KSRTC അമിതമായ ചാർജ്, ഈ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള KSRTC ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിൽ ശബരിമലയിലെ എല്ലാം ചൂഷണമാണ്.